അതെ, എന്നെ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ സ്ഥാപനം ഒരു വലിയ കെട്ടിടം കെട്ടി അതിനകത്ത് കുറെ രോഗികളെ നിറച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല. സർവീസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദേ ഡിസർവ് ദാറ്റ്. അതാണ് നിന്നെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത്. സോറി ഡോക്ടർ, ഞാൻ അറിയാതെ ആയിപ്പോയത്. അറിയാതെ ആയിപ്പോയത് ഇഡിയറ്റ്. ഏതായാലും ഇയാൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നൈറ്റ് ഷിഫ്റ്റിന് വന്നാൽ മതി. ഡോക്ടറെ, ഞാന് മോന്തിക്ക് എങ്ങനെയാ ഡോക്ടറെ? അനക്ക് ലോകത്ത് ആരോടും ഒരു കൂറുമില്ലാത്ത മനുഷ്യനാണ്. പിന്നെ ഗർഭിണികൾ, അത് മൂപ്പർക്കൊരു വീക്ക്നെസ്സാണ്. ഉള്ള കരുണ മുഴുവനും അദ്ദേഹം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ഡോക്ടർ, അനക്ക് നൈറ്റ് ഷിഫ്റ്റ് കഴിയല്ല. അനക്ക് ബൈറ്റിലുണ്ട്. ഞാൻ ഗർഭിണിയാണ്. എന്തിനാ എന്നെ നോക്കുന്നേ? ഞാനവളെ തൊട്ടിട്ടില്ല. കുട്ടി മാരീഡ് ആണോ? മാപ്പിള ദുബായില്. എത്ര മാസമായി? 2 മാസം കഴിഞ്ഞ്. സൂക്ഷിക്കണം. നല്ല റെസ്റ്റ് വേണ്ട സമയമാ. വിഷമിക്കണ്ട. അയ്യോ, ഇല്ലാത്ത ഗർഭം പേറിയ ഫാത്തിമ ഇനി മുതൽ ഡോക്ടറുടെ സ്നേഹത്തിനും കരുണയ്ക്കും പാത്രമാകും. ഫാത്തിമയ്ക്ക് ഗർഭമുണ്ടെന്ന് വിശ്വസിച്ചത് അയാൾ പോലും അറിയാതെ അയാളുടെ 4ാമത്തെ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഞമ്മളെ പോലെ കാസർഗോഡ് 20 കിലോമീറ്റർ ഉള്ളിൽ മുള്ളേരിയ, ആ ഗവൺമെന്റ് ആസ്പത്രിയുടെ ബാക്കിൽ. പോരാന്നൊന്നും പറയാൻ കഴിയല. പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ചെറിയൊരു കൂടാരം. അനക്കൊരു അനിയനുണ്ട്, ഇക്ബാല്. ഓനെ പെറ്റിട്ടപ്പോൾ ഓനെൻ്റെ മോനല്ലെന്ന് ചൊല്ലി കള്ള പാസ്പോർട്ടിൽ ദുബായ്ക്ക് കടന്നോളഞ്ഞ എൻ്റെ ഉപ്പ. പിന്നെ തിരിച്ചു വന്നില്ല ബാലാല്. ഉമ്മക്ക് ആസ്പത്രിയിൽ തുടക്കൽ പണി. ഞായറാഴ്ചയിൽ മംഗലത്തിന് ബിരിയാണി വെക്കണേ മുല്ലാൻ്റെ അടുത്ത് കോയക്കനെ സഹായിക്കാൻ പോവും. അത്ര കഷ്ടപ്പെട്ടിട്ടാ ഉമ്മ എന്നെ മാനിക് ദിനാറിൽ നഴ്സാവാൻ അയച്ചത്. കഴിഞ്ഞ കൊല്ലം ഉമ്മ മരിച്ച്. അപ്പൊ ഫാത്തിമേനെ കെട്ടി നടന്ന എങ്ങനെയാ? അത് പള്ളിക്കാരെ കണ്ടെന്ന് പോയി ആപ്പിളയാ. ആകെ 3 മാസം എൻ്റെ ഒപ്പം കൂടിയത്. ഒരു ചായ സാനോ എൻ്റെ കയ്യിൽ പൊന്നുണ്ടായിന്. അതുകൊണ്ട് ഏടയ്ക്ക് പോയി കളഞ്ഞു. അപ്പൊ ദുബായിലാണ് ഡോക്ടറോട് പറഞ്ഞത്? അത് അവരോട് അങ്ങനെ പറഞ്ഞത്. എന്തിനാ എല്ലാരോടും എല്ലാം ചൊല്ലണ? ഭർത്താവിനെ പറ്റി അന്വേഷിച്ചില്ലേ? കേട്ട് നോക്കിന്. അറിയുമ്പോ അവന് നാട് നടന്ന് പെണ്ണ് കെട്ടലാനും പണിന്ന്. ആളുടെ പേരെന്താ? കാതർ. ഖാദർ മാടേക്കാരനാ? ആടയ്ക്കൊന്നും പോണമെന്നില്ല. ഇത് വേറെ ജാഗ, വേറെ സ്ഥലമൊന്ന്. അല്ല, ആരത് മാടായക്കാരൻ കാതർ? പണ്ട് ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുമ്പം എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു, ഒരു ഫാത്തിമ. നിന്നെ പോലെ തന്നെ ഒരു മൊഞ്ചത്തിയാ. +2 ശേഷം അവളെ ഒരുത്തൻ കെട്ടിക്കൊണ്ടുപോയി, ഒരു മാടായക്കാരൻ ഖാദർ. ആ പഹയൻ തന്നെയാണോ വീണ്ടും വന്നതെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു പോയതാ. ഞാൻ പോന്നു. ആ ഹെഡ്നെസ് ഇപ്പൊ ബന്ദ്ര. ചായ.
ചായ. ഓക്കെ, കുഞ്ഞിനെ നിങ്ങൾ ദത്തെടുക്കുമായിരിക്കും. പക്ഷേ ഇവക്ക് താഴെയായി 3 പെൺകുട്ടികൾ കൂടിയുണ്ട് ഞങ്ങൾക്ക്. അവക്ക് പ്രസവിക്കണം പോലും. 17-ാം വയസ്സിൽ ഒരു അമ്മ. No. I'm 18. കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം? അല്ലെങ്കിൽ ആരാണെന്നെങ്കിലും അവൾക്ക് പറഞ്ഞൂടെ? അവളെ ഇത്രയും കാലം നമ്മൾ വളർത്തിയതല്ലേ? മോള് ഡാഡിയോട് പറ. ഏതെങ്കിലും ഫ്രണ്ട്സ് ആണോ? വേറെ മതമോ ജാതിയോ ഒന്നും മോള് പ്രശ്നമാക്കണ്ട. അല്ലെങ്കിൽ കല്യാണം കഴിച്ച് വേറെ ആരെങ്കിലും ആണോ? എടീ! അല്ലെങ്കിൽ ഡോക്ടറിനെ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ആരാണെന്നൊന്നും അവൾ പറയണ്ട. ഒരു അബോർഷൻ എല്ലാവരുടെയും നല്ലതിന്, അവളുടെയും മറ്റെല്ലാവരുടെയും. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കണേ? നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? അല്ലെങ്കിൽ നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. അമ്മമാരാ പെൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട. അതെങ്ങനെയാ? സി മിസ്റ്റർ വർഗീസ്, ബഹളം വെച്ചുകൊണ്ടോ കുറ്റപ്പെടുത്തിയോണ്ടോ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിരുന്നതല്ലേ. അബോർഷൻ ഇനി അത് പ്രാക്ടിക്കൽ അല്ല. 4 മാസം പ്രായമുള്ള ഒരു ഭ്രൂണ ആ കുട്ടിയുടെ വയറ്റിൽ വളരുന്നുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റും ഈ സ്റ്റേജിൽ ഒരു അബോർഷൻ പ്രിഫർ ചെയ്യില്ല. ബിക്കോസ് ഷീ ഈസ് ടു യങ്. എങ്കിൽ എല്ലാവർക്കും കുറച്ച് വിഷം വാങ്ങി തിന്നാം. നമ്മൾ സംസാരിച്ചിരുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ സൈറ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ. അവിടെ അവളെ നോക്കാനായിട്ട് സൂസൻ ഉണ്ട്, ഞാനുണ്ട്. പിന്നെ അവൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള എല്ലാ കെയറും കിട്ടും. ലുക്ക്, നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഇത് അറിയാതിരിക്കാൻ അതാ നല്ലത്. നിങ്ങൾക്ക് മാത്രമായിട്ട് എപ്പോൾ ആണെന്ന് വെച്ചാൽ അവളെ ഒന്ന് കാണുകയും ചെയ്യാം. ഹലോ അനു, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞില്ലേ? അതറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ എന്തായാലും ഞാൻ നാളെ കൊച്ചിയിലെത്തും. ഡോക്ടർ ശരത്ത് എൻ്റെ ഒരു ഫ്രണ്ടാ. ആരും അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. You mean abortion? യെസ്, അല്ലാതെ മറ്റു വഴികളില്ലല്ലോ. എത്ര മാസം ഒളിപ്പിക്കാനാവും? അതുമാത്രമല്ല, ഒരു രോഗിയായ ഹരിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും ഇത്. എനിക്കറിയാം, നിനക്ക് നിന്റെ ആ മുറപ്പെണ്ണിനെയും കെട്ടി സുഖമായി ജീവിക്കണം. എല്ലാ ജാരന്മാരും അവസാനം കൈ കഴുകുന്ന അറിഞ്ഞിട്ടും പിന്നെയും എന്നെ പോലുള്ളവർ വലയിൽ വീണുകൊണ്ടേയിരിക്കും. ബട്ട് ദർ ഇസ് എ ബിസിനസ്. What? What do you mean? ഹരി ഏത് നിമിഷവും മരണപ്പെട്ടേക്കാവുന്ന സ്റ്റേജിലാണ്. എനിക്കിപ്പോൾ ആവശ്യം ഹരിയുടെ പേരുള്ള ഒരു കുഞ്ഞാണ്, ഹരിയുടെ സ്വത്തുക്കളുടെ ഏക അവകാശി. അനു, നീ എന്തായി പറഞ്ഞു വരുന്നത്? നിനക്ക് തീരുമാനിക്കാം. എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് നിന്റെ ആ പ്രണയം മാത്രം. പകരം നിനക്ക് ലഭിക്കുന്നത് 3 സൗഭാഗ്യങ്ങൾ. എൻ്റെ കൂടെയുള്ളൊരു ജീവിതം, നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ്, പിന്നെ ജീവിതകാലം മുഴുവൻ സുഖിച്ച് കഴിയാനായി ഹരിയുടെ സ്വത്തുക്കൾ. അനു, ഹലോ.